blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് രണ്ടുപേർ കൂടി ചേർന്നിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോകുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാലും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള പൊന്നമ്മ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അവരുടെ പ്രോപ്പർട്ടിയുടെ വിൽപ്പനയിൽ കർത്താവ് അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ചെയ്ത ആ വലിയ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, കൊച്ചിയിലൊരു ഫ്ലാറ്റ് വാങ്ങുവാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായും കർത്താവെ നന്ദി പ്രകാശനമായിട്ട് ഈ എപ്പിസോഡ് കർത്താവെ ഇവർ സമർപ്പിച്ചിരിക്കുമ്പോൾ കൂടുതലായി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ മകന് വേണ്ടി, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബി ജേക്കബിനും റെമി ജേക്കബിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രണ്ടാമത്തെ സാമ്പത്തിക സഹായി, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുംബൈയിൽ നിന്നുള്ള ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, വളരെ നാളുകളായി നിൽക്കുന്ന ആ ചുമയിൽ നിന്നും പനിയിൽ നിന്നും പരിപൂർണ സൗഖ്യം ആ വ്യക്തിക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ രണ്ട് സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ആഗസ്റ്റ് 4 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ആഗസ്റ്റ് 5 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, സുൽത്താൻ ബത്തേരി. ഞാൻ ബ്ലെസ്സിംഗ് പ്രോഗ്രാം വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവനുള്ള ദൈവം യേശുവാണ്. നമുക്ക് നിത്യരക്ഷ തരുന്ന ദൈവം യേശു ക്രിസ്തുവാണ്. അതിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാം കാണുകയും വേണം, യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദ മിറക്കിൾസ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്നുള്ള സന്ദേശ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എനിക്ക് തോന്നുന്നത് 5-ാമത്തെയോ മറ്റോ ഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള എപ്പിസോഡുകളിലൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ചിട്ടായിരുന്നു. യേശു ഈ ഭൂമിയിൽ എന്തിനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? ആദ്യത്തെ ക്ലാസ്സിൽ അതായിരുന്നു. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എവിടെയായിരുന്നു, ഏത് ദേശത്തായിരുന്നു, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, യേശുവിൻ്റെ അത്ഭുതങ്ങൾ 5 മേഖലകളിലാണ് ഉണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് മിറക്കിൾസ് ഓൺ നേച്ചർ, പ്രകൃതിയുടെ മേലുള്ള അത്ഭുതം. 2 മിറക്കിൾസ് ഓൺ ഡിസീസസ്, നിങ്ങളുടെ നോട്ട്ബുക്ക് മറിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്പർ 3 മിറക്കിൾസ് ഓൺ ഡീമൺസ്. 4-മതായിട്ട് ഭൗതിക വസ്തുക്കളുടെ മേൽ, മിറക്കിൾസ് ഓൺ മെറ്റീരിയൽ തിങ്സ്. 5-മതായിട്ട് മിറക്കിൾസ് ഓവർ ഡെത്ത്, മരണത്തിൻ്റെ മേലുള്ള ജയം അഥവാ മരണത്തിൻ്റെ മേലുള്ള അത്ഭുതങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ആദ്യത്തെ ഭാഗം മിറക്കിൾസ് ഓൺ നേച്ചർ അഥവാ പ്രകൃതിയുടെ മേലുള്ള അത്ഭുതങ്ങൾ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 2-ാമത്തെ അത്ഭുതമേ നമ്മളായിട്ടുള്ളൂ. അതിൽ തന്നെ 2-ാമത്തെ അത്ഭുതത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. ഇനി അതിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്കാണ് വരുന്നത്. വാക്കിംഗ് ഓൺ വാട്ടർ, വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നത്, അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതം എന്നുള്ളത്. അതിൻ്റെ വേദഭാഗങ്ങൾ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ മാത്യു ചാപ്റ്റർ 14 വേഴ്സസ് 22 to 33 ആൻഡ് മാർക്ക് 6:45 to 52, ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് 15 to 22. ഇത്രയും വേദഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 4 ബുദ്ധിപരമായ ഉപദേശങ്ങൾ, ഒരു ജയത്തിന് ശേഷം ഉണ്ടാകേണ്ട 4 ബുദ്ധിപരമായ നീക്കങ്ങൾ, മനോഭാവങ്ങൾ, ഇതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2 ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 കൂടിയാണ് അവശേഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ അവസാന ഭാഗത്തു നിന്ന് ഞാൻ തുടങ്ങിയാണ്. യേശു കർത്താവ് ഇപ്പോൾ വെള്ളത്തിൻ്റെ മീതെ നടക്കുന്ന 5 അപ്പവും 2 മീനും കൊണ്ട് 5000
1000 വരുന്ന പുരുഷന്മാരെയും ബാക്കി ജനത്തെയും ഊട്ടിയതിന് ശേഷം ശിഷ്യന്മാർ മറുകരയിലേക്ക് പോകുവാൻ യേശു ആവശ്യപ്പെട്ടു. ശിഷ്യന്മാർ മറുകരയിലേക്ക് പോയി. എന്നാൽ യേശു മലയിൽ കയറിയിരുന്നു പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് വലിയ കാറ്റും കോളും തിരമാലയും ഗലീല കടലിനകത്ത് രൂപപ്പെട്ട് ആ സമയത്ത് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. വലിയൊരു വിജയത്തിന് ശേഷം പ്രാർത്ഥിക്കാത്തവരായി, ദൈവത്തെ അന്വേഷിക്കാത്തവരായി നാം മാറരുത്. ശിഷ്യന്മാർ അങ്ങനെയായിരുന്നു, എന്നാൽ യേശു അങ്ങനെയായിരുന്നില്ല. അവൻ മലമുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത്രയാണ് നമ്മൾ കണ്ടത്. 4-ാം മണി നേരത്ത് യേശു കർത്താവ് ഈ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ക്ലോക്കിന് വ്യത്യാസമുണ്ട്, മണിക്ക്, സമയത്തിന് അവർക്ക് വ്യത്യാസമുണ്ട്. രാവിലെ 6 മണിക്കാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത്, പിറ്റേ ദിവസം 6 മണിക്കാണ് അവരുടെ ആ ദിവസം അവസാനിക്കുന്നതും. അതുമാത്രമല്ല, പകൽ അവർക്ക് 4 മണിവരെയും അവരുടെ ആദ്യത്തെ 12 മണിക്കൂറിനെ അവർ തിരിച്ചിട്ടുണ്ട്. പിന്നീടുള്ള 12 മണിക്കൂറിനെയും ഇതുപോലെ 3 മണിക്കൂറുകൾ വെച്ച് 4 മണി ആക്കിയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അതിൽ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് യഹൂദന്മാരുടെ ക്ലോക്ക് പ്രകാരമുള്ള സമയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ റോമൻ ടൈമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റോമക്കാരുടെ നമ്മൾ ഇന്ന് അനുഗമിക്കുന്ന അതേ സമയക്രമം തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മളിതിൻ്റെ 3-ാമത്തെ വൈസ് ലെസൺ, അത് നമ്പർ 3, അതിലേക്കാണ് പോകുന്നത്. റിസീവിങ് ദ പ്രസൻസ് ഓഫ് ജീസസ് ഇസ് വൈസ്. യേശുവിൻ്റെ സാന്നിധ്യത്തെ സ്വീകരിക്കുന്നത് അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനൊരു പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കൊണ്ട് കറുത്തട്ടിയുള്ള ഈ ഒരു പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ അതൊരു ഈ കാലഘട്ടത്തിനൊരു വില കുറഞ്ഞ കാര്യമല്ലേ എന്നൊക്കെ ചില ആളുകളൊക്കെ സംസാരിക്കാറുണ്ട്. ഒരിക്കലുമല്ല. യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തതിലും ഏറ്റവും വലിയ ബുദ്ധിപരമായ തീരുമാനം. നിങ്ങളൊരു നല്ല കോഴ്സ് തിരഞ്ഞെടുത്തതല്ല, അല്ലെങ്കിൽ കാണാൻ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ജീവിത സഖിയാക്കി തിരഞ്ഞെടുത്തതല്ല, ഒരു നല്ല ജോലിയിൽ നിങ്ങൾ എത്തിച്ചേർന്നതല്ല, വില കൂടിയ ഒരു കാറ് നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല, അല്ലെങ്കിൽ ഒരു നല്ല വീട്, ഒരു നല്ല ഫ്ലാറ്റ്, ഒരു നല്ല ലൊക്കേഷനിൽ നിങ്ങളൊരു വീട് തിരഞ്ഞെടുത്തു. ഇതൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വൈസ് ഡിസിഷൻ എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ വൈസ് ഡിസിഷൻ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും മനോഹരമായ തീരുമാനം എന്നുള്ളത്. ഇപ്പോൾ ശിഷ്യന്മാരുടെ ആയിരുന്ന പടകിലേക്ക് 4-ാം മണി നേരത്ത് യേശു കർത്താവ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന്, മറ്റൊരു മാർഗമില്ല, മറ്റൊരു വഞ്ചി നമുക്കവിടെ കാണാനില്ല. അതുകൊണ്ട് മാത്രമായിരിക്കാം യേശു ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് ആ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് എത്തിച്ചേരുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, വഴി ഇല്ലാതിരിക്കുമ്പോൾ, സകല വഴികളും അടഞ്ഞിരിക്കുമ്പോൾ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സമുദ്രത്തിൻ്റെ മുകളിലൂടെ വഴിയുണ്ട്, മരുഭൂമിയിൽ അവന് വഴിയുണ്ട്, പാറയുടെ മുകളിലൂടെ അവന് വഴിയുണ്ട്. ദൈവം ഏത് സാഹചര്യങ്ങളെയും അവനൊരു വഴിയാക്കിയെടുക്കും, പാതയാക്കി മാറ്റും. അത് വെള്ളത്തിൻ്റെ മുകളിലാണെങ്കിൽ കൂടെയും അവൻ അതിനൊരു പാതയാക്കി മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, വിടുവിക്കുവാൻ വേണ്ടി നിങ്ങളുടെ അടുക്കിലേക്ക് അവൻ എത്തിച്ചേരും. ഇവിടെ ശിഷ്യന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ ഉടൻ തന്നെ അവർ ഭയപ്പെട്ടു പോയി. കാരണം ഇവരെല്ലാവരും തന്നെ, മിക്കവാറും ഇതിനകത്തുള്ള ശിഷ്യന്മാർ ഈ ഗലീല കടലിനെ കുറിച്ച് പരിചയമുള്ളവരാണ്. അവരിൽ പല ആളുകളും മീൻപിടുത്തക്കാരാണ്. വെള്ളത്തിൻ്റെ നിലയും ഗലീല കടലിൻ്റെ സ്ഥിതിഗതികളും വ്യക്തമായിട്ടറിയാം. ഏത് നിമിഷവും ഇത്തരത്തിലുള്ള കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ തഴക്കവും പഴക്കവും സിദ്ധിച്ചവരാണ് ആ മീൻപിടുത്തക്കാരെന്നുള്ളത്. അതുമാത്രമല്ല, അവിടെ പരക്കിയുള്ളൊരു സംസാരമുണ്ട്. ഈ കടലിൽ മുങ്ങി മരിച്ചിട്ടുള്ള പല ആളുകളുടെയും പ്രേതം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുന്നു എന്നൊക്കെ പറയുന്ന ചില കിംവദന്തികൾ കൂടെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇവർ പെട്ടെന്ന് ഭയപ്പെട്ടിട്ട് പറയുകയാണ്, ഒരു ഭൂതം വരുന്നു എന്നുള്ളത്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ അകാരണമായിട്ടുള്ള ഭയം നമ്മെ ഭരിക്കുമ്പോൾ കാര്യങ്ങളെ ശരിയായിട്ട് നമുക്ക് കാണാൻ പറ്റാതെയായിത്തീരും. ചില ആളുകളിൽ അകാരണമായ ഭയം ഉണ്ടാകാറുണ്ട്. ചിലർ ചിന്തിക്കും, അയ്യോ എൻ്റെ ഭർത്താവ് മരിച്ചു പോകുമോ,
പോകുമായിരിക്കും, എൻ്റെ മക്കൾ മരിച്ചു പോകുമായിരിക്കും, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജോലിയെല്ലാം നശിച്ചു പോകും, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്നെ ചതിക്കും, എൻ്റെ ബിസിനസ് തകർന്നു പോകും. അകാരണമായ ഭയങ്ങൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന സമയത്ത് അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ കാര്യങ്ങളെ അനാവശ്യമായിട്ട് ഒരിക്കലും ശരിയല്ലാത്ത വിധത്തിൽ അവർ കാണുവാൻ തുടങ്ങി. എന്താണ്? യേശുവിനെ ഒരു ഭൂതമായിട്ട് കണ്ടു. ഇത്തരത്തിൽ മനുഷ്യരെ ഒക്കെയും പലപ്പോഴും പ്രശ്നക്കാരായിട്ട് നിങ്ങൾ കാണുകയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറിക്കൂടിയിട്ടുള്ള അകാരണമായിട്ടുള്ള ഭയമാണ് നിങ്ങളെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭയം വരുമ്പോൾ നമ്മുടെ ആത്മീക കണ്ണുകൾ അടഞ്ഞു പോകും. ഈ ശിഷ്യന്മാർ എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര മാസങ്ങളായി യേശുവിൻ്റെ കൂടെ നടക്കുക, എന്നിട്ടും അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. കാരണം ഭയം അവരുടെ ആത്മീക കണ്ണുകളെ കുരുടാക്കി കളഞ്ഞു. അതുകൊണ്ട് അനാവശ്യമായ ഭയം നമ്മുടെ ജീവിതത്തിൽ കയറുവാനായിട്ട് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇപ്പോൾ ശിഷ്യന്മാർ ആകെ തണ്ട് വലിച്ച് അവർ തളർന്നു പോയി എന്നാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. ആകെ തളർന്നിരിക്കുകയാണ്, ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് അവർ. ആ ക്ഷീണവും അപ്പോൾ തന്നെ അവരുടെ മനസ്സിൻ്റെ മനോഭാവങ്ങളും അപ്പോൾ തന്നെ അന്ന് നാട്ടിലുണ്ടായിരുന്ന കിംവദന്തികളും അവരുടെ പാരമ്പര്യങ്ങളും ഒക്കെ കൊണ്ട് അവർ ചിന്തിച്ചു, ഈ വരുന്നത് ഒരു ഭൂതമാണ് എന്നവർ ചിന്തിച്ചിരിക്കുകയാണ്. എന്നാൽ യേശു അവരുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് ഐ, ഡോണ്ട് ബി എഫ്രൈഡ്. ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇത് ഞാനാകുന്നു, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു കാര്യം നോക്കൂ, യേശു കർത്താവ് ഒരുവൻ്റെ അടുക്കിലേക്ക് അവനെ സഹായിക്കുവാൻ വേണ്ടി വരുമ്പോൾ യേശു പറയുന്ന പദം ഇതാണ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതാ, യേശു പറയുകയാണ്, ഇറ്റ് ഈസ് ഐ, ഇത് ഞാനാകുന്നു, ഡോണ്ട് ബി എഫ്രൈഡ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കരത്തിൽ പിടിച്ച്, നിങ്ങളുടെ കയ്യിൽ പിടിച്ച് ശാശ്വത തുറമുഖത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ നിങ്ങളുടെ യേശു ശക്തനാണ് എന്നുള്ള ഒരു പാഠമാണ് നമുക്കിവിടെ നിന്ന് പഠിക്കുവാനായി സാധിക്കുന്നത്. മാത്രമല്ല ഒരു വലിയ പ്രത്യാശ യേശുവിൻ്റെ വാക്കുകളിലൂടെ ഇവിടെ ലഭിക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തിലെ മനുഷ്യരുടെ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളെ തളർത്തുന്നതായിരിക്കാം, നിങ്ങൾ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. പക്ഷെ ഇവിടെ യേശുവിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ആ വാക്കുകൾ അവരെ ധൈര്യപ്പെടുത്തി. അത് യേശുവിൻ്റേതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ വാക്കുകളുടെ ശക്തി അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് യേശുവിനെ ജീവിതത്തിലേക്ക്, ആ പടകിലേക്ക് ആ ശിഷ്യന്മാർ കയറുവാൻ വേണ്ടി അനുവദിച്ചതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത്, അപകടത്തിൽ നിന്ന് അവരെ രക്ഷിച്ചത്, അവരുടെ ജീവൻ പരിപാലിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇതെന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഇൻഷ്വേർഡ് ആണ്. അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് പരിപൂർണമായും സുരക്ഷിതത്വമുള്ളതായിരിക്കും. ഇനി ഇതിൻ്റെ അവസാനത്തെ പോയിന്റിലേക്ക്, 4ാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു കഥയിൽ നിന്ന് അല്ലെങ്കിൽ യേശുവിൻ്റെ ഈ ഒരു അത്ഭുതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഈ 4ാമത്തെ പാഠം, അതിന് പക്ഷേ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കൂടെ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ആ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്ന സത്യത്തെ മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷം ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നായിരുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 33 വരെയുള്ള വചനങ്ങൾ കൂടെ. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഇതുവരെയും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്ത് അതിന് പത്രോസ്, അപ്പോൾ മത്തായി മാത്രമാണ് ഈ പത്രോസിൻ്റെ ഈ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പത്രോസ്, കർത്താവെ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നടന്ന് നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. 29 വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് ഭയന്ന് മുങ്ങുവാൻ തുടങ്ങി. കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് ചോദിച്ചു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രനാകുന്നു സത്യം എന്ന് പറഞ്ഞ് അവനെ ആരാധിച്ചു. അപ്പോൾ യേശു കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തിൽ പത്രോസ് കൂടെ അതിനകത്തേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ പത്രോസ് എന്താണ് ചെയ്തിരിക്കുന്നത്? യേശു പറഞ്ഞു, ഇത് ഞാനാകുന്നു, ഇറ്റ് ഈസ് മീ, ഇത് ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞ സമയത്ത് പത്രോസ് പറഞ്ഞു, നീ ആകുന്നുവെങ്കിൽ നിൻ്റെ കൂടെ നടക്കുവാനായിട്ട്, ഇതുപോലെ തന്നെ നടക്കുവാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്നാണ് പത്രോസ് ആവശ്യപ്പെടുന്നത്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന പാഠം? നമ്പർ 4,
ട്രസ്റ്റിംഗ് ഇൻ ജീസസ് ഈസ് ഓൾവേസ് വൈസ്. യേശുവിൽ ആശ്രയിക്കുക എന്നുള്ള കാര്യം എല്ലായ്പ്പോഴും ബുദ്ധിപരമായ ഒരു കാര്യമാണ്. അല്പനിമിഷം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചതോ ഒരു നല്ല വീട് നേടിയെടുത്തതോ അല്ല ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. ഏറ്റവും ബുദ്ധിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്ത തീരുമാനം യേശുവിനെ സ്വീകരിച്ചതാണ്. ഇതുപോലെ തന്നെ പത്രോസ് ഇവിടെ യേശുവിനെ ആശ്രയിക്കുകയാണ്. യേശുവിനെ ആശ്രയിക്കുക എന്നുള്ളതും ബുദ്ധിപരമായ ഒരു തീരുമാനമാണ്. ചിലരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യരെ ആശ്രയിക്കാതെ അങ്ങനെ ഒക്കെ ജീവിക്കാൻ കരുതുമെന്ന് നാം കരുതുന്നുണ്ടെങ്കിലും അത് അസാധ്യമായ കാര്യമാണ്. നമുക്ക് പലതിനും നാം മനുഷ്യരെ ആശ്രയിക്കേണ്ടതുണ്ട്. കാരണം നാം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തിൻ്റെ ആശ്രയത്വം അവന് ആവശ്യമാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ആശ്രയം എന്നുള്ളത് യേശുവായിരിക്കണം. യേശുവിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുകയില്ല. അതാണ് നമുക്ക് പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. ഇവിടെ പത്രോസ് ഒരിക്കലും ഒരു ഷോ ഓഫ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗമ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല യേശുവിനോട് അനുവാദം ചോദിക്കുന്നത്. മറിച്ച് യേശുവിനെ തനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. യേശുവിൻ്റെ കൂടെ യേശു ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലൊന്ന് ചെയ്യുവാനും കൂടെ നിൽക്കുവാനുമുള്ളൊരു ആഗ്രഹമാണ് പത്രോസിനെ ആ ഒരു കാര്യം ചോദിപ്പിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, താൻ ഇപ്പോൾ ആയിരിക്കുന്ന പടക് ആ വഞ്ചിയേക്കാൾ ഏറ്റവും സേഫ് സോണായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും സുരക്ഷിതത്വ മേഖലയായിട്ട് പത്രോസിന് മനസ്സിലാക്കാൻ സാധിച്ച് യേശുവിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. കാരണം വഞ്ചിക്കകത്താണെങ്കിൽ കൊടുങ്കാറ്റുണ്ട്, പ്രശ്നമുണ്ട്, വഞ്ചി മറിയും. എന്നാൽ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒരിക്കലും മറിയുകയില്ല, ജീവിതം സുസ്ഥിരമായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടെ ഒരുപക്ഷെ പത്രോസിന് ഉണ്ടായിക്കാണും. എനിവേ ഇവിടെ പത്രോസ് യേശുവിനോട് ആവശ്യപ്പെടുകയാണ്, ഇത് നീ ആകുന്നുവെങ്കിൽ എന്നെ അങ്ങയോടുകൂടെ നടക്കുവാനായിട്ട് അങ്ങയുടെ അടുക്കിലേക്ക് വരുവാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്ന് ഇവിടെ പത്രോസ് ചോദിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് ആ ഒരു അനുവാദം കൊടുത്തു. എന്നാൽ എന്താണ് പിന്നീട് സംഭവിച്ചത്? ചുറ്റും നിൽക്കുന്ന കാറ്റും കോളും അതിലേക്ക് പത്രോസ് അറിയാതെ നോക്കിപ്പോയി. അതുവരെയും യേശുവിൻ്റെ മുഖത്ത് നോക്കി കാൽച്ചുവട് എടുത്തു വെച്ച പത്രോസ് 1-2 കാൽച്ചുവടുകൾ എടുത്തു വെച്ചു. നന്നായി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ തുടങ്ങി. മറ്റുള്ള ശിഷ്യന്മാരും അത്ഭുതപ്പെട്ടു. ഓ, യേശു നടക്കുന്ന പോലെ ഇപ്പോൾ പത്രോസ് നടക്കുന്നല്ലോ, എത്ര അത്ഭുതകരമായ കാര്യമാണ്. എന്നാൽ പെട്ടെന്ന് യേശുവിൻ്റെ മുഖത്ത് നിന്ന് പത്രോസിൻ്റെ കണ്ണുകൾ മാറിപ്പോയി. ഒരു കാര്യം ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്, മറ്റൊന്നുമല്ല, യേശുവിനെ നോക്കി ജീവിക്കുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുകയില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യേശുവിനെ നോക്കി പത്രോസ് നിന്ന അത്രയും സമയം അവൻ ലജ്ജിച്ചില്ല, അവൻ്റെ മുഖം പ്രകാശമാനമായിരുന്നു. എന്നാൽ എപ്പോൾ യേശുവിൻ്റെ മുഖത്തുനിന്ന് പത്രോസിൻ്റെ കണ്ണുകൾ മാറിയോ, അവൻ പ്രശ്നങ്ങളിലേക്ക് നോക്കിയോ, അവൻ്റെ അകത്തേക്ക് ഒരു വലിയ ഭയം കയറിക്കൂടി. ഉടനെ അവൻ്റെ ആത്മീക കണ്ണുകൾ അടഞ്ഞു. പുറമേയുള്ള കണ്ണുകൾ മാത്രം കൊണ്ട് അവൻ നോക്കാൻ തുടങ്ങി. അവൻ പ്രശ്നങ്ങളെ മനസ്സിലാക്കി, പ്രതികൂലങ്ങളെ മനസ്സിലാക്കി. അവൻ സാധാരണ മനുഷ്യനെന്ന് കണ്ടു. അവന് സാധിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യത്തിൻ്റെ മുകളിലാണ് അവനിപ്പോൾ ചവിട്ടി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ അവൻ മനസ്സിലാക്കി. അവൻ ഭയപ്പെട്ടു പോയി. എന്നാൽ യേശു കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, അല്പവിശ്വാസിയെ, അതാണ് അവിടെ പറയുന്നത്, അല്പവിശ്വാസിയെ നീ എന്തിന് ഭയപ്പെടണം? 31-ാമത്തെ വചനം, നീ എന്തിന് സംശയിച്ചു എന്നാണ് ചോദിച്ചത്. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? കാരണം ഒരു അല്പവിശ്വാസമേ അവിടെ പത്രോസിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും യേശു കർത്താവ് അവനെ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ യേശു അവനെ രക്ഷിക്കുന്നതിനോടൊപ്പം അവനെ ചെറുതായിട്ടൊന്ന് ശാസിക്കുന്നത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്പവിശ്വാസമേ ഉള്ളെങ്കിലും യേശുവിനോടൊരാശ്രയത്വ മനോഭാവമുണ്ടെങ്കിൽ, ഒരാശ്രയത്വ ബോധമുണ്ടെങ്കിൽ, ആ അല്പവിശ്വാസം, ആ കടുകുമണിയുടെ വിശ്വാസം മാത്രം മതി ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്നും യേശുവിന് നിങ്ങളെ രക്ഷിച്ചെടുക്കുവാനായിട്ട്. അതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, സാരമില്ല, കൊച്ചു വിശ്വാസമേ ഉള്ളൂ, മതിയെന്നേ. ആ കൊച്ചു വിശ്വാസവുമായിട്ട് യേശുവിനൊന്ന് ആശ്രയിച്ച് നോക്ക്. ആ വിശ്വാസം
നിങ്ങളെ രക്ഷിക്കും. ആ വിശ്വാസം നിങ്ങളിലേക്ക് വലിയ നന്മകൾ കൊണ്ടുവരും. എന്നാൽ വിശ്വാസത്തിൻ്റെ കുറവിനെ യേശു ശാസിച്ചെന്നിരിക്കും. സാരമില്ല, കുറഞ്ഞ വിശ്വാസമാണെങ്കിൽ പോലും യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാമെങ്കിൽ യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങളും സഹായങ്ങളും നന്മകളും അത്ഭുതങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാനായി സാധിക്കും. അതുകൊണ്ട് 4 പാഠങ്ങൾ മറക്കരുത്. വിജയത്തിന് ശേഷം അമിതാവേശം ഒരിക്കലും പാടില്ല. വിജയത്തിന് ശേഷം എപ്പോഴും എന്തുണ്ടായിരിക്കണം? പ്രാർത്ഥനയുണ്ടായിരിക്കണം. അതുമാത്രമല്ല, യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായ നിങ്ങളെടുത്ത തീരുമാനം. 4-മത്തെ കാര്യം, യേശുവിനെ സ്വീകരിക്കുക മാത്രമല്ല യേശുവിനെ ആശ്രയിക്കുക എന്നുള്ളതും ഒരു ബുദ്ധിപരമായ തീരുമാനമാണ്. ഇത് പത്രോസ് എടുത്ത ഒരു തീരുമാനമാണ്. എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞു. അതുകൊണ്ട് ഈ സമയത്ത് കണ്ണുകൾ അടച്ച് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്ന കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുവാൻ കർത്താവെ നീ ഇവരെ സഹായിക്കണമേ. യേശുവിൽ ആശ്രയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഇപ്പോൾ ഏറ്റുചൊല്ലിയാലും, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. എൻ്റെ രക്ഷകനായി, എൻ്റെ നാഥനായി, എൻ്റെ കർത്താവായി, എൻ്റെ രാജാവായി യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ അങ്ങേക്ക് വാക്ക് നൽകുന്നു. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള ദുശീലങ്ങൾക്ക് നിങ്ങൾ ഒരടിമയാണോ? നിങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഈ ദുശീലങ്ങളിൽ നിന്നും നിങ്ങൾ ഒരു മോചനം ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഫ്രീഡം സൺഡേ. തീയതി ഓഗസ്റ്റ് 6 ഞായർ. സമയം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ. സ്ഥലം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 111. യോഹന്നാൻ 8:36 പറയുന്നത് പോലെ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. വരുവിൻ, വന്ന് യേശുവിലുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവിൻ. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോകുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കാരണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് ദൈവം അത് നൽകി തരുമെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇപ്പോൾ കർത്താവെ, സ്ട്രെച്ചറുകളിൽ ആയിരിക്കുന്ന ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ നാമത്തിൽ അത്തരത്തിലുള്ള ചില വ്യക്തികൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വീൽ ചെയറുകളിലായിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. കാലിലുള്ള ഓപ്പറേഷനുകൾ പലത് കഴിഞ്ഞു, എന്നിട്ടും ഇപ്പോഴും വീൽ ചെയറിൻ്റെ സഹായത്തോടെ അല്ലാതെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. അത്ഭുതകരമായ സൗഖ്യം ഈ സമയത്ത് കർത്താവ് ആ വ്യക്തിക്ക് നൽകി കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ കരം നിങ്ങളുടെ മേലിതാ വരികയാണ്. അത്ഭുതകരമായ വിടുതൽ നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ചെയ്യുകയാണ്. വിശ്വസിക്കുക, ചില മാസങ്ങൾക്കുള്ളിൽ അത്ഭുതം ചുമന്നുകൊണ്ട് നടക്കാവുന്ന വിധത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ആ ദമ്പതികൾ ഇപ്പോൾ അത്ഭുതകരമായി ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കട്ടെ യേശുവിൻ നാമത്തിൽ. ലോ പ്രഷർ നിമിത്തമായിട്ട് ആഴ്ചകളായി നിങ്ങളൊന്ന് ശരിയായ വിധത്തിൽ എഴുന്നേറ്റിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ലോ പ്രഷറിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതൽ ഈ സമയത്ത് സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ ശരീരമാസകലം നീര് വന്നിട്ടുള്ള
ചില വ്യക്തികൾ, ഒന്നിലധികമുള്ള വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാകുകയാണ്. കാലുകൾ എടുത്ത് ഉയർത്താൻ സാധിക്കുന്നില്ല, കൈകൾ എടുത്ത് ഉയർത്തുവാൻ സാധിക്കുന്നില്ല, അതുപോലെ നീര് വെച്ചിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് സൗഖ്യമാക്കുന്നു. സൈനസൈറ്റീസ് ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. ഏതുവിധ രോഗമാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതൽ, അതിശയകരമായ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അതുപോലെ ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമുക്ക് പ്രധാനമായി 3 പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഈ വരുന്ന ഞായറാഴ്ച എല്ലാ ബ്ലെസ്സിങ് സെൻ്ററുകളിലും ഫ്രീഡം സൺഡേ ആയിട്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ ഞായറാഴ്ചയായിട്ട് നാം ആഘോഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്താൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രശ്നത്തിന് സ്വാതന്ത്ര്യം വരുത്തുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രന്മാരാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കുവാനായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള, തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തന്നെ എത്തിച്ചേരുക. ബ്രദർ ഡാമിയൻ നടത്തുന്ന ആ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും പങ്കുകൊള്ളുക. വലിയ അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായി പോകുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമുക്ക് 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കൂടിയുണ്ട്. ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കണ്ണൂരിൽ വെച്ചാണ് നടക്കുന്നത്. ശനിയാഴ്ച സുൽത്താൻ ബത്തേരിയിലും. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലെ വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം.